ജനാധിപത്യത്തിലെ വിശുദ്ധ യുദ്ധങ്ങളാണ് തെരഞ്ഞെടുപ്പുകൾ. കൊണ്ടും കൊടുത്തും മുന്നണികൾ, ജനഹൃദയങ്ങളിൽ ഇടം നേടുവാൻ പാടുപെട്ട സ്ഥാനാർത്ഥികൾ. മധ്യവേനലിൻ്റെ കൊടും ദിനങ്ങളിലും തെരഞ്ഞെടുപ്പ് ചൂട് ഏറുകയാണ്. എറണാകുളത്തിൻ്റെതൊന്നല്ല, കേരളത്തിൻ്റെയും വ്യാവസായിക തലസ്ഥാനമാണ് കളമശ്ശേരി. ഒട്ടേറെ ഐ.ടി ഹബ്ബുകളും വ്യവസായ സ്ഥാപനങ്ങളുമുള്ള മേഖല. അതിനാൽ തന്നെ വികസനത്തിനൊപ്പം രാഷ്ട്രീയവും ഇവിടെ ചർച്ചാ വിഷയമാണ്. ആലങ്കോട്, കടുങ്ങല്ലൂർ, കുന്നുകര, കരുമല്ലൂർ പഞ്ചായത്തുകളും ഏലൂർ, കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലം. 2011 2016 UDFിലെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു ഇവിടെ ജയിച്ചത്. ആ ഇബ്രാഹിം കുഞ്ഞിനെ തോൽപ്പിച്ചാണ് 2021 P. രാജീവ് ഇവിടെ നിന്ന് ജയിച്ചു കയറിയത്. നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാളും നിഷ്പക്ഷ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ ഇത്തവണ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒപ്പം ചേർത്ത് പിടിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് മണ്ഡലത്തിൽ നേതൃത്വം നൽകിയത്. അത് സമഗ്രമായ ഒരു വികസന കാഴ്ചപ്പാടായിരുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ പ്രായമാകുന്ന ആളുവരെ എല്ലാവരുടെയും ജീവിതത്തിൽ നിലവാരം ഉയർത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലുടനീളം ചിരപരിചിതത്വമുണ്ട്, എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതെല്ലാം കൂടുതൽ ജനപിന്തുണ ആർജിക്കുന്നതിന് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത്. പിണറായി മന്ത്രിസഭയിൽ നിയമ വ്യവസായ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു P. രാജീവ്. മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയം ഉറപ്പാണെന്ന് ഇടതുമുന്നണി കരുതുന്നു. തീർച്ചയായിട്ടും ഒരു തുടർച്ച എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളം മികവാർന്ന രീതിയിൽ മുന്നേറിയിരിക്കുന്നു. അത് തുടർന്ന് ശക്തിപ്പെടുത്തി ലോകത്തിന് തന്നെ മാതൃകയാകാവുന്ന ഒരിടമായി എല്ലാ തലങ്ങളിലും കേരളത്തെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഞാൻ കൈകാര്യം ചെയ്യുന്ന വ്യവസായ വകുപ്പ് തന്നെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൗഹൃദ അന്തരീക്ഷമുള്ള ഒരിടമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. അത് തുടർച്ചയുടെ ഭാഗമായി സാധ്യമായതാണ്. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടണമെങ്കിൽ ഒരു തുടർച്ച അനിവാര്യമാണ്. അതിനൊപ്പം ജനങ്ങൾ നിൽക്കും. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. കളമശ്ശേരി ഞാൻ പറഞ്ഞു സമഗ്രമായ വികസന പ്രവർത്തനമാണ്. ഇപ്പോൾ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മുടെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെൻറ്റർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ ഇത് സാധ്യമാക്കാൻ കഴിഞ്ഞു. 2003 മുതൽ നിശ്ചലമായിരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് അതിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കാനായിട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഇന്നോവേഷൻ സെൻറ്റർ അത് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു. പുതിയ കാലത്തിൻ്റെ പദാർത്ഥം എന്നറിയപ്പെടുന്ന ഗ്രഫീൻ അതിൻ്റെ ഗവേഷണങ്ങൾക്കുള്ള പദ്ധതി കിഫ്ബി സഹായത്തോടെ അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. കുടിവെള്ള പദ്ധതി ഏറെക്കാലത്ത് പ്രശ്നം വിളിക്കുന്ന കുന്നുകര, കരുമാലൂർ മേഖലയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ ജുഡീഷ്യൽ സിറ്റി ഉൾപ്പെടെ 1000 കോടിയുടെ പദ്ധതി അതിന് അംഗീകാരം കിട്ടി. അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ വീതി പോലും തീരുമാനിക്കാൻ കഴിയാതെ ഇരുന്നിരുന്ന 3 പ്രധാനപ്പെട്ട റോഡുകൾ അതിൻ്റെ വീതി നിശ്ചയിച്ചു. സ്ഥലം ഏറ്റെടുക്കലിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെ സയൻസ് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് അംഗീകാരം കിട്ടി. സമഗ്രതയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് കളമശ്ശേരി സാക്ഷ്യം വഹിക്കുന്നത്. കൃഷിക്കൊപ്പം കളമശ്ശേരി ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു. കർഷകൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കർഷകന് ആത്മാഭിമാനം നൽകാൻ കഴിഞ്ഞു എന്നതാണ് ആ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ലൈബ്രറികൾക്കൊപ്പം ഇങ്ങനെ എല്ലാ മേഖലകൾക്കൊപ്പമുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ കാലയളവിൽ നേതൃത്വം നൽകിയത്. പരമ്പരാഗതമായി മണ്ഡലം UDFിനോട് ആഭിമുഖ്യം പുലർത്തി വന്നതാണ് എന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFിന് ലഭിച്ച നേട്ടവും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. UDFിനൊപ്പമായിരിക്കും എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും UDF തന്നെ വിജയിക്കും. UDFിന് പൊതുവിൽ നല്ല അംഗീകാരമുണ്ട്. കേരളത്തിലൊട്ടാകെയുള്ള ഒരു അംഗീകാരം കളമശ്ശേരി നിയോജക മണ്ഡലത്തിലുണ്ട്. അല്ല, UDF ജയിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ LDF അധികാരത്തിൽ വരില്ലല്ലോ. UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ പിന്നെ LDF തുടർഭരണത്തിൽ ഉണ്ടാവില്ലല്ലോ.
വികസന പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടുന്നു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് ജനങ്ങൾക്ക് ഇവിടെ ബോധ്യമായിട്ടില്ല. കാരണം അത് ഫ്ലെക്സിൽ മാത്രം കാണുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അത് ഏത് വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്. ഇല്ല അതൊന്നും. BDJS-ലെ MP ബിനുവാണ് NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനത്തിൽ വർധനവ് വരുത്താനായത് NDAക്ക് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. ഞാൻ ഈ മേഖലയിലെല്ലാം തന്നെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് 45ഓളം വ്യവസായ മേഖലകളുള്ളൊരു വലിയൊരു മേഖലയാണിത് തന്നെ. ആ മേഖലയിൽ പ്രമുഖ വ്യവസായ മേഖലകളെല്ലാം തന്നെ അടച്ച് പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓരോ കമ്പനിയുടെയും പുറത്ത് അവരുടെ ജോലിക്കാരെ കാണാനായിട്ട് ചെന്നപ്പോൾ പണ്ടൊക്കെ ഞാൻ എൻ്റേതായ പ്രവർത്തനവുമായി എറണാകുളത്തേക്കും മറ്റും യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ രാവിലെ വണ്ടികൾ കൊണ്ടുപോകാൻ പറ്റാത്തധികം തൊഴിലാളികളാണ് തിങ്ങി നിറഞ്ഞിട്ടുള്ളത്. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ടൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഓരോ കമ്പനിയുടെ ഉള്ളിലും തൊഴിലാളികൾ കയറി കഴിഞ്ഞു. അവിടെയെന്ന് വെച്ചാൽ വ്യവസായ മേഖലകളിൽ നിന്ന് തൊഴിലാളികൾ ഏതാണ്ട് അത്രയ്ക്കധികം കുറവാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഞാൻ ആ പുഴ പെരിയാറിൻ്റെ തീരത്ത് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 കളറാണ്. ഒരു കളറ് എന്ന് പറയുന്നത് ഏതാണ്ട് ചെങ്കല്ല് രീതിയിലുള്ളൊരു കളറ്, ഒരു വശത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ നമ്മുടെ ഒരു പുഴയുടെ രീതിയിൽ. അതിനെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ജലസ്രോതസ്സുകൾ മലിനമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് നല്ല വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജലസ്രോതസ്സുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വായു മലിനീകരണം ഇവിടെ സംബന്ധിച്ച് ഏതാണ്ട് ജനങ്ങൾക്ക് ഏതാണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതലാണ് ഇവിടെ. ഏറ്റവും കൂടുതൽ ഇത് ശ്വസിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഇത്രയും വലിയ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ മുൻകാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ മുഴുവനും ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് ഈ വ്യവസായ മേഖലയെക്കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മോദിജിയുടെ വലിയൊരു തരംഗമായി മാറിയിട്ടുണ്ട്. എല്ലാ തലത്തിലും ചെല്ലുമ്പോൾ മുസ്ലിം സഹോദരികൾ അവരെ സംബന്ധിച്ച് നിർത്തലാക്കിയതിൻ്റേതായ സന്തോഷങ്ങൾ അവരിലുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഏതാണ്ട് അവരെ സംബന്ധിച്ച് ഈ രാജ്യം വളരണമെന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്ത വലിയൊരു സമുദായമാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ. അവരേതായ ചർച്ചുകളിൽ നിന്ന് ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറയുന്നു, തിരുമേനിമാർ പറയുന്നത്, നമുക്കിവിടെ ഇന്ന് വികസനമാണ്. വിദ്യാഭ്യാസമായാലും വ്യവസായമായാലും കൃഷിയായാലും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടായാലും അതിൻ്റെയൊക്കെ ഉന്നതിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് മോദിജിയുടേതായ ഒരു അധികാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. വിദേശങ്ങളിലേക്ക് പോവാതെ, കാരണം +2 കഴിഞ്ഞ അടുത്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടേതായ കുട്ടികൾ നാട് വിടുകയാണ്. ഏതാണ്ട് പുതിയ വോട്ടർമാരെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടർമാർ പോലും ഇന്നിവിടെ ഓരോ കുടുംബങ്ങളിലില്ല. അവരെ സംബന്ധിച്ച് അവരെ ഇവിടെ തന്നെ അവർക്കുള്ള സാഹചര്യം ഉണ്ടാക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണയും LDF-ഉം UDF-ഉം രംഗത്തിറക്കിയിരിക്കുന്നത്. വിജയ തുടർച്ചയാണ് LDF സ്വപ്നം കാണുന്നതെങ്കിൽ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് UDF-ന്റെ ലക്ഷ്യം. സംസ്ഥാന നിയമസഭാ ചരിത്രം പരിശോധിച്ചാൽ ഏറെക്കാലം UDF-നോട് ആഭിമുഖ്യം പുലർത്തിയ മണ്ഡലമാണ് ആലുവ.
ഇത്തവണ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് എം ആരിഫിനെ LDF രംഗത്തിറക്കിയിരിക്കുന്നത്. അതേസമയം ഒരു കാരണവശാലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF. ആലുവ മുനിസിപ്പാലിറ്റിയും ചെങ്ങമനാട്, ചൂർണിക്കര, ഇടത്തല, കഞ്ഞൂർ, കീഴ്മാട്, നെടുമ്പാശ്ശേരി, ശ്രീമൂലനഗരം പഞ്ചായത്തുകളും ചേർന്നതാണ് ആലുവ നിയമസഭാ നിയോജക മണ്ഡലം. 1967 CPM സ്വതന്ത്രനായി MKA ഹമീദും 2006 CPMലെ AM യൂസഫും ജയിച്ചതൊഴിച്ചാൽ പിന്നെ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ വിജയം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കായിരുന്നു. 2011 മുതൽ 15 വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അൻവർ സാദത്ത് തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി. 3 തവണ മത്സരിച്ച് ജയിച്ചു. ഈ തവണ നല്ല വിജയ പ്രതീക്ഷ യാതൊരു സംശയം ഉറപ്പായിട്ടും ജയിക്കും. മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള ബന്ധവും വികസന നേട്ടങ്ങളും വോട്ടായി മാറുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കാരണം ഈ മണ്ഡലം അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് വികസനവും കരുതലുമാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ. ഈ 5 വർഷം 1991 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചുള്ള സംതൃപ്തിയും വികസനവും കരുതലും എന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ ഒത്തിരി ആളുകളെ സംരക്ഷിക്കാനും കരുതലോടെ അവരെ താങ്ങി നിർത്താനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വികസനം പറയുമ്പോൾ ആലുവ KSRTC ബസ് സ്റ്റാൻഡ് വലിയ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കൊക്കെ വിമർശനമേറ്റതായിരുന്നു. ആലുവ KSRTC ബസ് സ്റ്റാൻഡ് അത് എത്രയും മുമ്പ് പണി തീർക്കും. അത് ജനങ്ങളുടെ ആഗ്രഹപ്രകാരം, അത് ആലുവക്കാരെ മാത്രമല്ല എല്ലാവരുടെ ആഗ്രഹപ്രകാരം അത് പണി പൂർത്തിയാക്കി ഇന്ന് നല്ല സൗകര്യത്തോടെ പോകുന്നു. ആലുവ മാർക്കറ്റ് വലിയ വിമർശനമേറ്റ ഒരു കാര്യമായിരുന്നു. ഇന്ന് ആലുവ മാർക്കറ്റ് ഹൈടെക് മാർക്കറ്റ്, എല്ലാ ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് 50 കോടി രൂപ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി അത് എൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇന്ന് പുരോഗമിച്ച് അത് എത്രയും വലിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആലുങ്കക്കടവ് പാലം ഒരു സ്വപ്നമായിരുന്ന പ്രദേശവാസികളുടെ ആ പാലം ഉദ്ഘാടനം ചെയ്തു. പാറപ്പുറം വെല്ലംകോട് പാലം അത് ഉദ്ഘാടനം ചെയ്തു. അത് ആ പ്രദേശവാസികൾ അത് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. ഇത് ശ്രീമൂലനം പഞ്ചായത്തിൽ നിൽക്കുന്നു. ഇവിടെ എല്ലാവരുടെയും ശ്രീമൂലനം, കാഞ്ഞൂർ, ചെങ്ങമനാട് പഞ്ചായത്തുകളുടെയും അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു പൊറയാർ ഒരു ROB. ആ ROBക്ക് പൈസ അനുവദിച്ചു. അത് ടെൻഡർ കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി ഉദ്ഘാടനം ചെയ്ത് ആ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ച് മുന്നോട്ട് വന്നു. അകപ്പറമ്പിൽ ഒരു റെയിൽവേ ഗേറ്റ്, എയർപോർട്ടിൽ പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് ഉണ്ട്. ആ റെയിൽവേ ഗേറ്റ് മാറി അവിടെ മേൽപ്പാലം വേണമെന്നാണ് ആഗ്രഹമായിരുന്നു. ഇന്ന് ആ മേൽപ്പാലം ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ എയർപോർട്ടിൽ സമ്മർദ്ദം ചെലുത്തി 50 കോടി രൂപ അതിന് അനുവദിച്ചുള്ള സംതൃപ്തി. അതുപോലെ ചെങ്ങമനാട് ജംഗ്ഷൻ വിപുലീകരിക്കുന്നതിന് വേണ്ടി 5 കോടി കൊടുത്തു. അത് അതിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അലൈൻമെൻറ്റും കഴിഞ്ഞു. അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന ഏരിയയിലേക്ക് വന്നു. കോമ്പാറ ജംഗ്ഷൻ ഇതുപോലെ തന്നെ 5 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ചു. അതും ജംഗ്ഷൻ വിപുലീകരണത്തിന് അലൈൻമെൻറ്റായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോയിക്കൊണ്ടു. എയർപോർട്ട് സീപോർട്ട് റോഡ് അത് പ്രധാനപ്പെട്ട റോഡാണ്. അത് 2ാം ഘട്ടം പൈസ അനുവദിക്കാതിരുന്നപ്പോൾ നിരന്തരമായി നിയമസഭയിലും പുറത്തുമൊക്കെ ആവശ്യപ്പെട്ട് മന്ത്രിമാരോട് ആവശ്യപ്പെട്ട് ഇന്ന് 600 ചില്ലാൻ കോടി രൂപ അവിടെ അനുവദിച്ച് അത് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി ഭൂമി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് കൈമാറി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ആലുവ പെരുമ്പാവൂർ ആലുവ മൂന്നാർ റോഡ് 4 ലൈൻ ആക്കുകയാണ്. അത് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിയാണ് ആ 2 റോഡും 4 ലൈൻ ആക്കുമ്പോൾ അവിടെ ഗതാഗത പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആലുവ മാർക്കറ്റ് റോഡ് ഗതാഗത കുരുക്കിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകം ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് 10 കോടി അനുവദിച്ച് അതിൻ്റെ അലൈൻമെൻറ്റ് റെഡിയായി അത് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെറുതും വലുതും ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 20 കോടി രൂപയോളം ഇപ്പോൾ ഈ ടൈമിൽ തന്നെ കിച്ചൺ, അതുപോലെ തന്നെ സ്കൂൾ ബിൽഡിങ്, അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം, അങ്ങനെ എല്ലാ രീതിയിലും കമ്പ്യൂട്ടർ, അങ്ങനെ സ്കൂളുകൾ ഹൈടെക് ആക്കാൻ ഏത് രീതിയിൽ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ആരോഗ്യരംഗത്ത് PHSC ആയാലും CHSC ആയാലും നമുക്ക് പട തുറക്കാൻ സാധിച്ചിട്ട്. ഇപ്പോൾ CHSCക്ക് ബഡ്ജറ്റിൽ നിന്ന് 5 കോടി രൂപ ചെങ്ങമനാട് പാസ്സായിട്ടുണ്ട്. സബ് സെൻറ്ററുകൾ പടതു കൊടുത്തു. അത് ഈ സബ് സെൻറ്ററുകളും PHSCകളിലൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള
എക്യുപ്മെൻറ്റ്സ് മേടിച്ചു കൊടുത്തു. ഇതുകൂടാതെ തന്നെ ഒരു ഒട്ടുമിക്ക റോഡുകളും ഇപ്പോൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഗ്രാമീണ റോഡുകൾക്ക് പ്രത്യേക ഗവൺമെൻറ് ഫണ്ട് മേടിച്ചുകൊണ്ട് ആ ഗ്രാമീണ റോഡ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായി വികസന പദ്ധതി കരുതൽ, അമ്മക്കിളിക്കൂട് എന്നൊരു പദ്ധതി, കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു MLA ഒരു പദ്ധതി, പാവപ്പെട്ട വിധവകൾക്ക് വീട് വെച്ചുറക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായി 60 വീടുകൾ കീ ഹാൻഡ് ഓവർ ചെയ്തു. ഒരു വീടിൻ്റെ 61ാമത്തെ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു പദ്ധതി കൊണ്ടു, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, അലൈവ് എന്ന പദ്ധതി, കരിയർ ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്യം എന്ന പദ്ധതി ഉണ്ട്, കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ വികസനവും കരുതലും യാഥാർത്ഥ്യമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സംശയവുമില്ല, ഇവിടെ വിജയം സുരക്ഷിതമാണ്. പിന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ വലിയ ജനവികാരമുണ്ട്. വിലക്കയറ്റം, അതിക്രമം, കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുറത്തിറക്കാൻ പറ്റുന്ന എന്ന് വേറെ സത്യം. ഇതിൽ ഇപ്പോഴുണ്ടാകുന്നത് പുരുഷന്മാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ലഹരി ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ പെരുകുന്ന ഒരു കേരളമായി മാറിയിരിക്കുകയാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ വിലക്കയറ്റം കൊണ്ട് പൊറുചോട്ടുമ്പോൾ ഇന്ന് കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഗ്യാസിന് ഷോർട്ടേജ്, യുദ്ധം വന്നപ്പോൾ ആ ഗ്യാസിന് ഒരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ രീതിയിലും രണ്ട് ഗവൺമെൻറ്റും ജനവികാരമുണ്ട്. ആ വികാരം ആലുവയിലുണ്ട്. അതുകൊണ്ട് ഒരു സംശയമില്ല, ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതുപോലെ ശബരിമല വിഷയമൊക്കെ ഉണ്ട്, സ്വർണ്ണക്കൊള്ളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇതാണ് അതുകൊണ്ട് വിജയം. ഞങ്ങൾ UDF വളരെ സജ്ജമാണ്, വളരെ നല്ല ഊർജ്ജം. എൻ്റെ UDFിൻ്റെ പ്രവർത്തകരൊക്കെ വീടുകൾ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നു, ഈ തവണോട്ട് ആർക്ക് UDFിനാണ്. അപ്പോൾ കഴിഞ്ഞ വോട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അവർ പോലും ഇത്തവണ വോട്ട് ചെയ്യാൻ റെഡിയായിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ 100 സീറ്റ് മുമ്പോൾ അതിൽ 1 സീറ്റ് ആലുവയായിരിക്കും. അതേസമയം അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് LDFിന്റെ നീക്കം. മുൻ ആലപ്പുഴ MPയും അരൂർ MLAയുമായ AM ആരിഫിനെയാണ് CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളുടെയും അശാസ്ത്രീയമായിട്ടുള്ള രീതികളും ഒക്കെയാണ് ഇവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായി ഈ പെരിയാറിൻ്റെ തീരത്തെ മാറ്റിയെടുത്താൽ വലിയ ഒരു മെഗാ ടൂറിസം പ്രോജക്റ്റ് തന്നെ കൊണ്ടുവന്ന് നമുക്കിവിടെ മാറ്റിയെടുക്കാവുന്നതാണ്. തീർച്ചയായും എൻ്റെ പരിഗണനയിൽ ആ നിലയിലാണ്. ആലുവ മണ്ഡലത്തെ പുതുക്കി നിർമ്മിക്കുക, പുനരാവിഷ്കരിക്കുക എന്നൊക്കെ പറയും നമ്മളിപ്പോൾ ഒരു പുതിയ രൂപത്തിൽ. ആ രൂപത്തിലേക്ക് ആലുവ മണ്ഡലത്തെ മാറ്റി തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അരൂരിൽ നമ്മളങ്ങനെയാണ് ചെയ്തത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്ലാനിംഗ് വിദഗ്ധരും കൂടി ഒരു ദിവസം ഇരുന്നു. 4 മന്ത്രിമാർ വന്നു, പ്ലാനിംഗ് ബോർഡ് അംഗം വന്നു, ഒരുമിച്ച് ചർച്ച ചെയ്ത് കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, സംസ്കാരം, ടൂറിസം എന്നിങ്ങനെ 9 രംഗങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പശ്ചാത്തല വികസനം ഉൾപ്പെടെ, ആ മുൻഗണന എങ്ങനെ നടപ്പാക്കിയെടുക്കാം, ഇതായിരുന്നു അരൂരിൽ ചെയ്തത്. ആരിഫിനുള്ള സ്വീകാര്യതയ്ക്കൊപ്പം ഇടതു സർക്കാരിന്റെ ഭരണനേട്ടവും തുണയാകുമെന്നാണ് ഇടതു നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. LDF സർക്കാർ അത് 3-ാം ഊഴത്തിന് വേണ്ടിയിട്ട് കൂടി വോട്ട് ചോദിക്കുകയാണ്. 1-ാം ഊഴം കഴിഞ്ഞപ്പോൾ 2016 1-ാം ഊഴം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അംഗബലം 2016 90 ഉണ്ടായിരുന്നുള്ളൂ. 99 പേരെയാണ് രണ്ടാം ഭരണത്തിൽ 2021 കിട്ടിയത്. ഇപ്പോൾ എങ്ങനെ പോയാലും 100-110 സീറ്റ് കിട്ടാനാണ് സാധ്യത. വെറുതെ പറയുന്നതല്ല. ഞാനൊരു കണക്ക് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക, പെൻഷൻ കൈപ്പറ്റുന്നവരെല്ലാം വോട്ട് ചെയ്യുമോ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വോട്ടർ 2000 രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഒരു വോട്ടർക്ക് LDFന് എതിരായി വോട്ട് ചെയ്യാൻ പറ്റും. 18 മാസക്കാലത്തെ കുടിശ്ശികയാണ് ഉമ്മൻചാണ്ടി സാറ് ഇട്ടിട്ട് പോയത്. ഞാനാണ് ആ പൈസ എൻ്റെ കൈകൊണ്ടാണ് കൊണ്ടുപോയി ഒരു വീട്ടമ്മയ്ക്ക് കൊടുത്തത് നമ്മുടെ കാക്കത്തുരുത്ത് ദ്വീപിൽ. ആ പെൻഷനറും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരാളും കൂടി അഡീഷണലായി വോട്ട് ചെയ്താൽ 1,24,00,000 പേര് LDFിൻ്റെ വോട്ടർ വരുന്നു കഴിഞ്ഞു. അവരെല്ലാം LDFന് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം, പക്ഷെ ചെയ്യേണ്ടതല്ലേ? എൻ്റെ ചോദ്യം അതാണ്. ഇന്ത്യയിൽ മറ്റെങ്ങും ഇല്ലാത്ത വിധം 33 ലക്ഷം സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ കൈപ്പറ്റുന്ന ആളുകൾ മറ്റെല്ലായിടത്തും ഒരു നേരത്തെ മരുന്നിന് വേണ്ടി 1 രൂപ തരാതിരിക്കുമ്പോൾ
ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരല്ലേ ഇത്. ആ പെൻഷൻ കൈപ്പറ്റുന്ന അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ സഹായം കൈപ്പറ്റുന്ന ഒരു കുടുംബിനിക്ക് 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളൊരു കുടുംബിനിക്ക് തീർച്ചയായും LDF മറന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ? അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവരും അവരെ തുണയ്ക്കുന്ന ഒരാളും കൂടെ വോട്ട് ചെയ്താൽ 66 ലക്ഷം വോട്ടായില്ലേ? 1,24,00,000 + 66 എത്രയായി? 2 കോടിയായി. ആകെ ജനസംഖ്യയിൽ എത്ര? 2-2.5 കോടിയല്ലേ ജനങ്ങൾ വോട്ട് ചെയ്തുള്ളൂ. 2.5 കോടി വോട്ട് LDF പറ്റി വരേണ്ടതല്ലേ? 3 ലക്ഷം പേർക്കാണ് PSC മുഖേന നിയമനം കൊടുത്തത്. ആ 3 ലക്ഷം പേരിൽ ഓരോരുത്തരും പോട്ടെ 2 പേര് വെച്ച് കൂട്ടിയാൽ 6 ലക്ഷമായില്ലേ? അപ്പം ഇങ്ങനെ നോക്കിയാൽ ഈ വോട്ട് വരുന്ന വഴി സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ, പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട പശ്ചാത്തല വികസനം, റോഡുകൾ, പാലങ്ങൾ. ഇപ്പോൾ പെരുമ്പളം പാലത്തിൽ കയറുന്ന ആ പെരുമ്പളം ദ്വീപ് നിവാസിക്ക് LDF മറിച്ച് ആരെങ്കിലും വോട്ട് ചെയ്യാൻ അവർക്ക് മനസാക്ഷി അനുവദിക്കുമോ? ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ധാരാളം വികസനങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നിരിക്കുകയാണ്. അപ്പം ആ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായ മനുഷ്യൻ, സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കളായ മനുഷ്യൻ, അവരുടെ ഉള്ളിൽ LDF ഒരു വലിയ സ്വാധീനമാണ് ചെലുത്തിയിരിക്കുന്നത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ആലുവ നിയമസഭാ മണ്ഡലം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJPയുടെ വോട്ട് വിഹിതത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്തവണയും പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഇരു മുന്നണികളെയും ഞെട്ടിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആലുവ നിയോജകമണ്ഡലം മൊത്തം യാത്ര ചെയ്യുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. മെയിനായിട്ട് ആലുവയിൽ മെട്രോ തുടങ്ങുന്നൊരു സ്ഥലമാണ്. എഞ്ചിനീയറിംഗ് കോളേജ്, രാജഗിരി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുണ്ട്. അവിടെ വന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ആലുവയിലെ ട്രാഫിക് ബ്ലോക്ക്, അത് മാറാൻ വേണ്ടി ഒരു പദ്ധതി പോലും ഇതേവരെ ജനപ്രതിനിധികളായവർ സർക്കാർ സമർപ്പിച്ചിട്ടില്ല. ആലുവയുടെ ബ്ലോക്ക് മാറാൻ ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക്. പക്ഷേ റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് ഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട്. ഒരു പടിഞ്ഞാറൻ കവാടം ആലുവയിൽ വന്നാൽ ടൗണിലെ ബ്ലോക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റും. മറ്റൊന്ന്, ആയിരക്കണക്കിന് ശിവരാത്രി സമയത്തും ഡെയിലി ഏതാണ്ട് 300ഓളം ഭക്തജനങ്ങൾ അവിടെ ആണ്ട് ശ്രാദ്ധം നടത്താൻ അവരുടെ കാരണവന്മാരുടെ സ്മരണ പുതുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവിടെ കുളിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് കുളിച്ചിട്ട് അവരുടെ ഡ്രസ്സ് മാറാൻ ഒരു മറപ്പരയെങ്കിലും അവർ പെയ്ഡ് 10-15 രൂപ കൊടുക്കാൻ തയ്യാറാണ് ആൾക്കാർ. പക്ഷേ അവർക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല. പഴയ പോലെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയും ഈ മൊബൈലും സാമൂഹിക വിദ്യകളും ഉള്ളപ്പോൾ പഴയ പോലെ കുളിച്ച് ഡ്രസ്സ് മാറി അവർക്ക് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനം നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ മുഴുവൻ സഹോദരിമാരും വീട്ടിൽ നിന്ന് കുളിച്ച് വന്നിട്ട് കാൽപാദം കഴുകിയിട്ട് ഇപ്പോൾ കർമ്മം ചെയ്യുകയാണ്. ഈ ഇത്രയും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ദേവസ്വം ബോർഡും മുനിസിപ്പാലിറ്റിയും സർക്കാരും കൂടി യോജിച്ചാൽ പൈസ കിട്ടും, ഇഷ്ടംപോലെ പൈസ കിട്ടും. അതിന് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നില്ല. മറ്റൊന്ന്, കുടിവെള്ളം വലിയ വിഷയമാണ് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത്. പൊതു ശ്മശാനം വേറെ വെല്ലുവിളിയായിട്ട് കാണുന്നു. വളർന്നു വരുന്ന തലമുറയ്ക്ക് അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു വ്യവസായം കേരള സർക്കാരിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കൊറിയർ സർവീസായിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ മാറി എന്നുള്ളതാണ് സത്യം. പേര് മാറ്റിയും അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയും ആ പദ്ധതികൾ കൊണ്ടുവന്ന് കോപ്പി അടിക്കുന്നതല്ലാതെ തനതായൊരു പദ്ധതി ഉപയോഗിച്ച് വലിയ പരസ്യം കാണുന്നുണ്ട്. പവർ കട്ടില്ലാത്ത 10 വർഷം. പവർ കട്ടില്ലാത്ത 10 വർഷം ഉണ്ടായത് പിണറായി വിജയൻ സർക്കാർ പുതിയ ആണാനിലയം കൊണ്ടുവന്നുകൊണ്ടോ വൈദ്യുതി നിലയം കൊണ്ടുവന്നുകൊണ്ടോ അല്ല. കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ഉപയോഗിച്ച് 30% ജനങ്ങൾ സോളാർ ഉപയോഗിക്കുകയാണ്. ഈ വൈദ്യുതി ആർക്കും വേണ്ട. നെടുമ്പാശ്ശേരി വിമാനത്താവളം 24 മണിക്കൂറും കേരള സർക്കാർ KSEBിയുടെ വൈദ്യുതി അല്ല ഉപയോഗിക്കണേ, സോളാറിലാണ് പോണത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി ജനങ്ങൾ സോളാറിലേക്ക് പോയതുകൊണ്ടാണ് ആൾക്കാർക്ക് കറണ്ട് ആവശ്യമില്ല. ഇവിടെ കറണ്ട് ബാക്കിയാണ്. പക്ഷെ അത് ഞങ്ങളുടെ ഭരണ നേട്ടമായിട്ട് പറയുകയാണ്. ആലോചിച്ച് നോക്ക്. മദ്യവർജനം പറയുന്ന ആൾക്കാർ മദ്യ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാറുകളുടെ എണ്ണം കൂട്ടുന്നു. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. മദ്യ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാർ തുറക്കുന്ന സമയം 3 മണിക്കൂർ കൂട്ടിക്കൊടുക്കുന്നു. വരുന്ന തലമുറയെ മുഴുവൻ ബാറിലേക്ക് ആകർഷിക്കുന്നു. ജയിലിൽ സൗകര്യം കൂട്ടുന്നു. ജയിലിൽ കിടക്കുന്ന പുള്ളികളുടെ ശമ്പളം 5 ഇരട്ടിയാക്കുന്നു. 8 പുതിയ ജയിൽ പണിതുവെന്ന് വീമ്പിളക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ സീപോർട്ടും എയർപോർട്ടും 6 വരിപ്പാതയും പണിത് ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ കേരളത്തിൽ 8 പുതിയ ജയിൽ പണിതു എന്നാണ് പറയുന്നത്. ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾ, വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ജയിലിലേക്കാണ് ആകർഷിക്കേണ്ടത്. അവിടെ കിടക്കുന്നവർക്കാണ് ശമ്പളം കൂട്ടേണ്ടത്. ഭാവി തലമുറയെക്കുറിച്ച് ഒരു തത്വദൃശ്യമില്ലാത്ത 2 മുന്നണികൾ മാറി മാറി ഭരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഗ്രഹനാഥന് കിസാൻ സമ്മാൻ പദ്ധതിയിൽ പണം കിട്ടിയിട്ടുണ്ട്. ഗ്രഹനാഥ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയിട്ട് അവരുടെ ശമ്പളം കൂടിയിട്ടുണ്ട്. അവരുടെ മകൾക്ക്
മാതൃവന്ദന യോജനയിൽ 2 പ്രസവത്തിന് 5000 രൂപ കിട്ടിയിട്ടുണ്ട്. അവരുടെ മകൻ മുദ്രാ ലോണിന് ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ ജൽജീവൻ പദ്ധതിയിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം കിട്ടിയ കേരള ജനത ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്രയും ജനങ്ങൾ അനുഭവിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി അനുഭവിച്ചതിന് ശേഷം വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ മുന്നേറ്റം ദേശീയ ജനാധിപത്യത്തിലേക്കും കേരളത്തിലും ആലുവയിലും കുതിച്ചായിട്ടും ഉണ്ടാവുന്നത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. വീറും വാശിയുമുള്ള പോരാട്ടത്തിനാണ് ഇത്തവണ പെരിയാറിൻ്റെ തീരം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളെക്കാൾ ഇത്തവണ വീറും വാശിയും ഏറെ കൈവന്നിരിക്കുന്നു. അടിയൊഴുക്കുകളാവും തീർച്ചയായും ഈ മണ്ഡലത്തിലെ ജനവിധിയെ സ്വാധീനിക്കുക.